മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ വംശാവലിയിൽ ഉള്ളവളും ന്യായാധിപന്മാരുടെ കാലത്ത് അസാധാരണ സൽഗുണങ്ങൾ പ്രകടിപ്പിച്ചവളുമായ റൂത്ത് എന്ന വനിതയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ഹീബ്രു ഭാഷയിൽ അവളുടെ പേരിൻ്റെ അർത്ഥം സ്നേഹിത, സഖി അല്ലെങ്കിൽ വിശ്വസ്തത പുലർത്തുന്നവൾ എന്നാണ്. തൻ്റെ ജീവിതത്തിലെ വിശ്വസ്തതയിലും സ്നേഹത്തിലും സമർപ്പണത്തിലും അവൾ ഈ പേരിൻ്റെ അർത്ഥം മനോഹരമായി പ്രതിഫലിപ്പിച്ചു. ചാവുകടലിൻ്റെ കിഴക്ക് മൊവാബിൽ നിന്നുള്ളവളായിരുന്നു റൂത്ത്. അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനായ ലോത്തിന് തൻ്റെ മൂത്ത പുത്രിയിലുണ്ടായ വംശപരമ്പരയാണ് മൊവാബിയരുടേത്. ഉൽപ്പത്തി 19:37. ജന്മന ഇസ്രായേൽ ജനതയുടെ ഭാഗം അല്ലായിരുന്നെങ്കിലും പിൽക്കാലത്ത് റൂത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തെ സ്വീകരിക്കുകയും ദൈവജനത്തോടൊപ്പം പൂർണ്ണമായി ലയിച്ചു ചേരുകയും ചെയ്തു. റൂത്തിൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നത് ന്യായാധിപന്മാരുടെ കാലത്താണ്. റൂത്ത് 1:1 BC 12-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള ഇസ്രായേൽ ചരിത്രത്തിൻ്റെ കാലഘട്ടമായിരുന്നു അത്. അക്കാലത്ത് ഇസ്രായേലിൽ രാജഭരണം നിലവിൽ വന്നിരുന്നില്ല. പകരം ജനങ്ങളെ നയിക്കാനും സംരക്ഷിക്കാനും ദൈവം തിരഞ്ഞെടുത്ത ന്യായാധിപന്മാർ എന്നറിയപ്പെട്ട നേതാക്കളാണ് ഗോത്രങ്ങളെ നയിച്ചിരുന്നത്. റൂത്തിൻ്റെ കഥ പ്രധാനമായും 2 സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. അവളുടെ ജന്മനാടായ ചാവുകടലിന് കിഴക്കുള്ള മൊവാബ് ദേശത്താണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് നവോമിയുടെ സ്വദേശമായ യൂദയായിലെ ബെത്ലഹേമിലേക്ക് കഥ മാറുന്നു. റൂത്ത് താമസം ഉറപ്പിച്ചതും ഇവിടെയാണ്. കൊയ്ത്തുകാർ ഉപേക്ഷിച്ചു പോകുന്ന ധാന്യമണികൾ പെറുക്കാൻ റൂത്ത് പോയിരുന്ന ബെത്ലഹേമിലെ പാടശേഖരങ്ങളുമാണ് ഈ ചരിത്രത്തിലെ പ്രധാന പശ്ചാത്തലം. 4 അധ്യായങ്ങൾ മാത്രമുള്ള റൂത്തിൻ്റെ പുസ്തകത്തിലാണ് അവളുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ മത്തായിയുടെ സുവിശേഷത്തിലെ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിലും മിശിഹായുടെ പൂർവികരുടെ പട്ടികയിൽ റൂത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 1:5. വിശ്വസ്തയായ ഈ മോവാബി സ്ത്രീയെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായി ദൈവം എങ്ങനെ ഉൾപ്പെടുത്തിയെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് റൂത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഗിദയോൻ, ജെഫ്ത, സാംസൺ, അബിമലേഖ്, ദെബോറ, ബാറക് തുടങ്ങിയ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാടകീയവും പലപ്പോഴും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ നിരവധി സംഭവങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം വിവരിക്കുന്നുണ്ട്. യുദ്ധങ്ങൾ, ആഭ്യന്തര കലഹങ്ങൾ, വ്യക്തിപരമായ ബലഹീനതകൾ, ദാരുണ പ്രത്യാഘാതങ്ങൾ, ധാർമ്മിക അധപ്പതനം എന്നിവ ഉൾപ്പെടുന്ന ഇവ ഇസ്രായേൽ ജനത്തിന് ദൈവവിശ്വാസത്തിലുണ്ടായ വീഴ്ചകളെ പ്രതിഫലിപ്പിക്കുന്നു. ഇതിന് വിപരീതമായി റൂത്തിൻ്റെ ചരിത്രം ഒരു കുടുംബത്തിൻ്റെ സാധാരണ ജീവിതത്തിലൂടെ പ്രകടമാകുന്ന വിശ്വാസത്തിൻ്റെയും വിശ്വസ്തതയുടെയും നിഷ്കളങ്കതയുടെയും ശാന്തവും ഉന്മേഷകരവുമായ ഉദാഹരണമാണ് നൽകുന്നത്. യൂദയായിലെ ബെത്ലഹേമിലുണ്ടായ ക്ഷാമത്തോടെയാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത്. ഇത് എലിമലേക്കിനെ തൻ്റെ ഭാര്യ നവോമിയോടും മക്കൾ മഹലോൻ, കിലിയോൻ എന്നിവരോടുമൊപ്പം ജന്മനാട് വിട്ടുപോകുവാൻ നിർബന്ധിതനാക്കി. അവർ ചാവുകടലിന് കിഴക്കുള്ള അയൽ രാജ്യമായ മൊവാബിലേക്കാണ് കുടിയേറിയത്. റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹൂദ പാരമ്പര്യത്തിൽ ഇസ്രായേൽ കുടുംബങ്ങൾ മൊവാബിലേക്ക് കുടിയേറുന്നതിന് പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. ചരിത്രപരമായി മൊവാബ് ദേശക്കാർ ഇസ്രായേലുമായി ശത്രുതയിലായിരുന്നു. യഹൂദ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ ഈ ക്ഷാമം വിശ്വാസത്തിൻ്റെ പരീക്ഷണമായിരുന്നു. എലിമലേക്കിൻ്റെ പലായനം ന്യായാധിപന്മാരുടെ ദുഷ്കരമായ കാലഘട്ടത്തിൽ ഇസ്രായേല്യർ അനുഭവിച്ച പ്രതിസന്ധിയെ പ്രതിഫലിപ്പിക്കുന്നു. മൊവാബിൽ താമസിക്കുമ്പോൾ എലിമലേക്ക് മരണമടഞ്ഞു. റൂത്ത് 1:3. നവോമിയുടെ പുത്രന്മാർ പിന്നീട് ഓർഫ, റൂത്ത് എന്നീ മൊവാബി സ്ത്രീകളെ വിവാഹം ചെയ്തു. റൂത്ത് 1:4. ഏകദേശം 10 വർഷത്തിന് ശേഷം 2 പുത്രന്മാരും മരിച്ചു. അങ്ങനെ നവോമിയും മരുമക്കളും വിധവകളായി തീർന്നു. റൂത്ത് 1:5. പുരാതന ഇസ്രായേൽ സമൂഹത്തിൽ വിധവയാവുക എന്നത് ദാരിദ്ര്യത്തെയും അനിശ്ചിതാവസ്ഥയെയും സൂചിപ്പിച്ചിരുന്നു. കാരണം സ്ത്രീകൾ സംരക്ഷണത്തിനും സാമ്പത്തിക പിന്തുണയ്ക്കും പുരുഷന്മാരായ ബന്ധുക്കളെയാണ് ആശ്രയിച്ചിരുന്നത്. ദൈവത്തിൻ്റെ ഉടമ്പടി പ്രദേശത്ത് നിന്ന് അകന്നു പോകുമ്പോൾ മനുഷ്യൻ്റെ പദ്ധതികൾ പലപ്പോഴും പരാജയപ്പെടും എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി യഹൂദ പാരമ്പര്യം ഈ സംഭവങ്ങളെ വ്യാഖ്യാനിക്കാറുണ്ട്.
എങ്കിലും ബൈബിൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് നവോമി നേരിട്ട ദുരന്തത്തിലും പ്രയാസങ്ങളിലുമാണ്. യൂദയായിലെ ക്ഷാമം അവസാനിച്ചുവെന്നും കർത്താവ് തൻ്റെ ജനത്തിന് വീണ്ടും ആഹാരം നൽകിയെന്നും കേട്ടപ്പോൾ നവോമി ബെത്ലഹേമിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. റൂത്ത് 1:6. അവൾ മരുമക്കളോട് മൊവാബിൽ തന്നെ തങ്ങാനും സ്വന്തം ജനങ്ങൾക്കിടയിൽ നവജീവിതം തുടങ്ങാനും ആവശ്യപ്പെട്ടു. ആദ്യം 2 സ്ത്രീകളും അവളോടൊപ്പം യാത്ര തിരിച്ചുവെങ്കിലും അവർ തിരിച്ചു പോകണമെന്ന് നവോമി നിർബന്ധിച്ചു. ഒടുവിൽ ഓർഫ തിരികെ പോയി. എന്നാൽ റൂത്ത് നവോമിയോടൊപ്പം പോകാൻ തീരുമാനിച്ചു. റൂത്ത് ബൈബിളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം നടത്തി. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. റൂത്ത് 1:16-17 വാക്യങ്ങൾ. റൂത്ത് തൻ്റെ അമ്മായിയമ്മയായ നവോമിയോട് നടത്തിയ ഈ പ്രതിജ്ഞ വിശ്വസ്തമായ സ്നേഹത്തിൻ്റെയും ആജീവനാന്ത സമർപ്പണത്തിൻ്റെയും അടയാളമാണ്. റൂത്ത് 1:16-17. ക്രിസ്തീയ പാരമ്പര്യത്തിൽ വിവാഹത്തിന് ആവശ്യമായ വിശ്വസ്തതയെയും ഐക്യത്തെയും ഇത് മനോഹരമായി പ്രകടിപ്പിക്കുന്നതിനാൽ ഈ ഭാഗം വിവാഹവേളകളിൽ ഉപയോഗിക്കാറുണ്ട്. ഇക്കാരണത്താൽ പല ക്രിസ്തീയ ദമ്പതികളും വിവാഹ തിരുക്കർമ്മങ്ങളിലെ വചന ശുശ്രൂഷയ്ക്കായി ഈ തിരുവചന ഭാഗം തിരഞ്ഞെടുക്കുന്നു. കത്തോലിക്ക വിവാഹക്രമത്തിൽ വചന ശുശ്രൂഷയ്ക്കുള്ള പഴയ നിയമ വായനകളിൽ ഒന്നായി ഇതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റൂത്ത് ഈ വാക്കുകൾ മറ്റൊരു സാഹചര്യത്തിലാണ് പറഞ്ഞത് എങ്കിലും ഒരു ക്രിസ്തീയ വിവാഹത്തിൽ പ്രതീക്ഷിക്കുന്ന വിശ്വസ്തത, പങ്കിട്ട ജീവിതം, പരസ്പര പിന്തുണ, ദൈവത്തിൽ അധിഷ്ഠിതമായ ആജീവനാന്ത സമർപ്പണം എന്നീ മൂല്യങ്ങളാണ് അവ പ്രകടമാക്കുന്നത്. യഹൂദ പാരമ്പര്യം ഈ പ്രസ്താവനയെ മതപരിവർത്തനത്തിൻ്റെ ഔദ്യോഗിക പ്രകടനമായാണ് കാണുന്നത്. റൂത്തിൻ്റെ വാക്കുകൾ അവൾ ഇസ്രായേൽ ജനതയെയും വിശ്വാസത്തെയും ഉടമ്പടിയെയും സ്വീകരിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു. പിൽക്കാല റബിമാരുടെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ദൈവജനത്തിൻ്റെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് ആവശ്യമായ ആത്മാർത്ഥ സമർപ്പണത്തെയാണ് ഈ വാക്കുകൾ പ്രതിനിധാനം ചെയ്യുന്നത്. തുടർന്ന് നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക് യാത്ര തിരിക്കുകയും ബാർലി കൊയ്യുന്നതിൻ്റെ ആരംഭത്തിൽ അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. റൂത്ത് 1:22. ഭർത്താവിൻ്റെയും പുത്രന്മാരുടെയും വേർപാടിൽ ദുഃഖിതയായ നവോമി നാട്ടുകാരോട് തന്നെ മനോഹരമായത് എന്ന് അർത്ഥം വരുന്ന നവോമി എന്ന് വിളിക്കാതെ കൈപ്പുള്ളത് എന്ന അർത്ഥമുള്ള മാറ എന്ന് വിളിക്കാൻ പറഞ്ഞു. അത് അവളുടെ അക്കാലത്തെ ആഴമായ ദുഃഖത്തെയാണ് വെളിപ്പെടുത്തുന്നത്. റൂത്ത് 1:20. എന്നാൽ പിന്നീട് ദൈവം അത് സന്തോഷമായി മാറ്റുന്നുണ്ട്. തനിക്കും നവോമിക്കും ആവശ്യമുള്ള ആഹാരം കണ്ടെത്തുന്നതിനായി റൂത്ത് പാടങ്ങളിൽ ധാന്യം പെറുക്കാൻ പോയി. റൂത്ത് 2:2. മോശയുടെ നിയമം അനുസരിച്ച് വിളവെടുപ്പിൻ്റെ ഒരു ഭാഗം ദരിദ്രർക്കും വിധവകൾക്കും പരദേശികൾക്കുമായി മാറ്റിവെക്കണമെന്ന് കർഷകർക്ക് കൽപ്പന നൽകിയിരുന്നു. ലേവ്യർ 19:9-10 വാക്യങ്ങൾ, നിയമാവർത്തനം 24:19. സാമൂഹിക നീതിയും കരുണയിലുള്ള ദൈവത്തിൻ്റെ താല്പര്യവുമാണ് ഈ നിയമം വെളിപ്പെടുത്തിയത്. നവോമിയുടെ പരേതനായ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനും മാന്യനുമായ ബോവാസിൻ്റെ പാടത്താണ് റൂത്ത് ധാന്യം പെറുക്കാൻ എത്തിയത്. റൂത്ത് 2:3. യാദൃച്ഛികമെന്ന് തോന്നി അത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഭാഗമായിരുന്നു. നവോമിയോട് റൂത്ത് കാണിച്ച വിശ്വസ്തതയെക്കുറിച്ച് അറിഞ്ഞ ബോവാസ് അവളോട് വലിയ ദയ കാണിച്ചു. ജോലിക്കാർക്കിടയിൽ സുരക്ഷിതമായി ധാന്യം പെറുക്കാൻ അദ്ദേഹം അവളെ അനുവദിക്കുകയും അവളോട് ആദരവോടെ പെരുമാറാൻ തൻ്റെ സേവകർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. റൂത്ത് 2:8-9 വാക്യങ്ങൾ. ബോവാസ് അവൾക്ക് ഒരു അനുഗ്രഹം നൽകി. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകട്ടെ. നീ അഭയം തേടി വന്നിരിക്കുന്ന ചിറകിൻ കീഴിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ പൂർണ്ണമായി അനുഗ്രഹിക്കും. റൂത്ത് 2:12. അഭയം തേടി വന്നിരിക്കുന്ന ചിറകിൻ കീഴിൽ എന്ന ഈ പ്രയോഗം ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് യഹൂദ വ്യാഖ്യാതാക്കൾ കാണുന്നത്. ഒരു പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തിന് അഭയം നൽകുന്നുവെന്ന ചിത്രത്തിന് സമാനമാണ് ഇത്. റൂത്ത് അസാധാരണമാം വിധം വലിയ അളവിൽ ധാന്യം ശേഖരിക്കുകയും അത് നവോമിയുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലുകയും ചെയ്തു. ബോവാസ് ഇത്ര വലിയ ദയ കാണിച്ചുവെന്ന് കേട്ടപ്പോൾ കുടുംബത്തിൻ്റെ സ്വത്തും വംശപരമ്പരയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വീണ്ടെടുപ്പുകാരനായ ബന്ധു, അതായത് കിൻസ്മൻ റെഡീമർ ആണ് അദ്ദേഹമെന്ന് നവോമി തിരിച്ചറിഞ്ഞു. റൂത്ത് 2:20. റൂത്തിൻ്റെ ഭാവിയിൽ ഉത്കണ്ഠാകുലയായിരുന്ന നവോമി അവരുടെ ബന്ധുവായ ബോവാസിലൂടെ സുരക്ഷിതത്വം തേടാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു.
അന്ന് രാത്രി ബോവാസ് മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നുണ്ടാകുമെന്ന് അവൾ വിശദീകരിച്ചു. കുളിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നിശബ്ദമായി മെതിക്കളത്തിലേക്ക് പോകാൻ നവോമി റൂത്തിന് നിർദ്ദേശം നൽകി. ബോവാസ് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന ശേഷം അദ്ദേഹത്തിൻ്റെ പാദഭാഗത്തെ പുതപ്പ് നീക്കി അവിടെ കിടക്കാൻ നവോമി നൽകിയ ഉപദേശം റൂത്ത് സമ്മതിച്ചു. അന്ന് രാത്രി ബോവാസ് ഭക്ഷണം കഴിച്ച് ധാന്യക്കൂനയ്ക്ക് സമീപം വിശ്രമിക്കാൻ കിടന്നപ്പോൾ റൂത്ത് നിശബ്ദമായി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി പാദഭാഗത്ത് കിടന്നു. അർദ്ധരാത്രിയോടെ ഉറക്കമുണർന്ന ബോവാസ് അവിടെ ഒരു സ്ത്രീയെ കണ്ട് അത്ഭുതപ്പെട്ടു. അവൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ താൻ അദ്ദേഹത്തിൻ്റെ ദാസിയാണെന്നും തൻ്റെ കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരറ്റം തൻ്റെ മേൽ വിരിക്കണമെന്നും റൂത്ത് മറുപടി നൽകി. റൂത്ത് യുവാക്കളെ തേടിപ്പോകാതെ മാന്യമായി പെരുമാറിയതിനെയും അവളുടെ വിശ്വസ്തതയെയും സദ്ഗുണത്തെയും ബോവാസ് പ്രശംസിച്ചു. അവളെ സഹായിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തുവെങ്കിലും നിയമപരമായി തന്നേക്കാൾ അടുത്ത മറ്റൊരു ബന്ധുവിന് വീണ്ടെടുപ്പുകാരനാകാൻ അവകാശമുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ആ വ്യക്തി ആ ഉത്തരവാദിത്വം നിരസിക്കുകയാണെങ്കിൽ താൻ അത് നിറവേറ്റാമെന്ന് ബോവാസ് വാഗ്ദാനം ചെയ്തു. പുലർച്ചെ വരെ റൂത്ത് അവിടെ തന്നെ കഴിഞ്ഞു. മറ്റുള്ളവർ തിരിച്ചറിയുന്നതിന് മുൻപ് അവൾ അവിടെ നിന്ന് പോയി. അവൾ പോകുന്നതിന് മുൻപ് തൻ്റെ സന്മനസ്സിൻ്റെയും പ്രശ്നപരിഹാരത്തിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും അടയാളമായി ബോവാസ് 6 അളവ് ബാർലി അവൾക്ക് നൽകി. ബൈബിളിലെ പ്രതീകാത്മകതയിൽ ഒരാളുടെ മേൽവസ്ത്രം വിരിക്കുന്നത് സംരക്ഷണം, വിവാഹം, ഉടമ്പടിപരമായ ഉത്തരവാദിത്വം എന്നിവയെ സൂചിപ്പിക്കുന്നു. അതിനാൽ റൂത്ത് ബോവാസിനോട് ആവശ്യപ്പെട്ടത് വീണ്ടെടുപ്പുകാരനായ ബന്ധുവിൻ്റെ പദവി നിറവേറ്റാനാണ്. ഗോയേൽ എന്ന ഹീബ്രു സങ്കല്പം കുടുംബത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ബന്ധുവിനെയാണ് സൂചിപ്പിക്കുന്നത്. സമ്പത്ത് വീണ്ടെടുക്കുക, അന്തസ്സ് സംരക്ഷിക്കുക, അല്ലെങ്കിൽ കുടുംബ പരമ്പര നിലനിർത്തുക എന്നിവയായിരുന്നു ആ ചുമതലകൾ. ലേവ്യർ 25:25. അടുത്ത ദിവസം ബോവാസ് നഗര കവാടത്തിലേക്ക് പോയി. പുരാതന നഗരങ്ങളിൽ നിയമപരമായ കാര്യങ്ങൾ തീർപ്പാക്കിയിരുന്ന ഒരു പതിവ് സ്ഥലമായിരുന്നു അത്. അവിടെ വെച്ച് വീണ്ടെടുപ്പുകാരനായി പ്രവർത്തിക്കാൻ പ്രഥമ അവകാശമുള്ള അടുത്ത ബന്ധുവിനെ അദ്ദേഹം കണ്ടുമുട്ടി. ബോവാസ് അദ്ദേഹത്തെ ഇരിക്കാൻ ക്ഷണിക്കുകയും സാക്ഷികളാകാൻ നഗരത്തിലെ 10 ശ്രേഷ്ഠന്മാരെ കൂടെ കൂട്ടുകയും ചെയ്തു. തൻ്റെ ഭർത്താവ് എലിമേലെക്കിൻ്റെതായിരുന്ന ഭൂമി നവോമി വിൽക്കുകയാണെന്ന് ബോവാസ് വിശദീകരിച്ചു. ഇസ്രായേൽ ആചാരമനുസരിച്ച് വസ്തു കുടുംബത്തിൽ തന്നെ നിലനിൽക്കുന്നതിനായി അത് വീണ്ടെടുക്കുവാൻ ഏറ്റവും അടുത്ത ബന്ധുവിനാണ് പ്രഥമ അവകാശമുള്ളത്. ആ ബന്ധു ഭൂമി വീണ്ടെടുക്കണമെന്ന് ആദ്യം സമ്മതിച്ചു. എങ്കിലും വസ്തു വീണ്ടെടുക്കുക എന്നതിനർത്ഥം മരിച്ചുപോയ വ്യക്തിയുടെ വംശപരമ്പര നിലനിർത്തുന്നതിനും സന്തതികളെ വളർത്തുന്നതിനുമായി മഹലോന്റെ മോവാബി വിധവയായ റൂത്തിനെ ഭാര്യയായി സ്വീകരിക്കണമെന്നും ബോവാസ് വ്യക്തമാക്കി. ഇത് കേട്ടപ്പോൾ ഈ ഉത്തരവാദിത്തം സ്വീകരിക്കുന്നത് തൻ്റെ സ്വന്തം അവകാശത്തിന് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസിന് ദോഷകരമായേക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് നിരസിച്ചു. അതിനാൽ തനിക്ക് പകരം വീണ്ടെടുപ്പിനുള്ള അവകാശം വിനിയോഗിക്കുവാൻ അദ്ദേഹം ബോവാസിനെ അനുവദിച്ചു. അക്കാലത്തെ ആചാരപ്രകാരം ആ മനുഷ്യൻ തൻ്റെ ചെരുപ്പ് ഊരി ബോവാസിന് നൽകിക്കൊണ്ട് ഈ തീരുമാനം സ്ഥിരീകരിച്ചു. വീണ്ടെടുപ്പിനുള്ള അവകാശം നിയമപരമായി കൈമാറുന്നതിൻ്റെ പ്രതീകാത്മക ചടങ്ങായിരുന്നു ഇത്. തുടർന്ന് ബോവാസ് മുതിർന്നവരുടെയും കവാടത്തിൽ കൂടിയിരുന്ന സമൂഹത്തിൻ്റെയും മുൻപാകെ താൻ നവോമിയുടെ സ്വത്ത് കൈവശപ്പെടുത്തുന്നുവെന്നും മരിച്ചുപോയവരുടെ വംശപരമ്പര തുടരുന്നതിനായി റൂത്തിനെ ഭാര്യയായി സ്വീകരിക്കുമെന്നും പരസ്യമായി പ്രഖ്യാപിച്ചു. ഇസ്രായേൽ ഭവനം പടുത്തുയർത്തിയ ഗോത്രമാതാക്കളായ റാഹേലിനെയും ലേയായെയും പോലെ റൂത്തിന് ഭവിക്കട്ടെ എന്നും ബെത്ലഹേമിൽ ബോവാസിന്റെ കുടുംബം അഭിവൃദ്ധിപ്പെടട്ടെ എന്നും ശ്രേഷ്ഠന്മാരും ജനങ്ങളും ആ ദമ്പതികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ബോവാസ് അങ്ങനെ റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചു. കർത്താവ് അവരുടെ വിവാഹത്തെ അനുഗ്രഹിച്ചു. അവർ ദമ്പതികളായി ഒന്നിച്ചു വസിച്ചപ്പോൾ കർത്താവ് റൂത്തിന് ഗർഭധാരണത്തിന് അനുഗ്രഹം നൽകുകയും അവൾ ഒരു മകന് ജന്മം നൽകുകയും ചെയ്തു. കർത്താവ് നവോമിക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയതിനാൽ ബെത്ലഹേമിലെ സ്ത്രീകൾ അവളോടൊപ്പം സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ആ കുട്ടി ഇസ്രായേലിൽ പ്രശസ്തനാകട്ടെ എന്നും നവോമിയുടെ വാർദ്ധക്യത്തിൽ അവൾക്ക് നവോന്മേഷവും താങ്കം നൽകട്ടെ എന്നും അവർ പ്രാർത്ഥിച്ചു. അവർ റൂത്തിനെ പ്രശംസിക്കുകയും നവോമിയുടെ മരുമകൾ അവളെ അഗാധമായി സ്നേഹിക്കുന്നുവെന്നും 7 പുത്രന്മാരെക്കാൾ അവൾ നവോമിക്ക് വിലപ്പെട്ടവളാണെന്നും ഓർമ്മിപ്പിച്ചു. നവോമി ആ കുട്ടിയെ കൈകളിൽ എടുക്കുകയും അവനെ പരിപാലിക്കുകയും ചെയ്തു. അയൽവാസികളായ സ്ത്രീകൾ
ആ ആഘോഷത്തിൽ പങ്കുചേരുകയും നവോമിക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അവർ ആ കുട്ടിക്ക് ഒബേദ് എന്ന് പേരിട്ടു. ഒബേദ് പിന്നീട് ജെസ്സയുടെ പിതാവായി തീർന്നു. ജെസ്സ ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ പിതാവുമായി. ഫേരസ് മുതൽ ആരംഭിക്കുന്ന വംശാവലി വിവരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ മഹാരാജാവായ ദാവീദിലേക്ക് എത്തുന്ന നിരവധി തലമുറകളെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഈ വംശാവലിയിലൂടെ റൂത്തിൻ്റെ ചരിത്രം മിശിഹായുടെ വരവിലേക്ക് നയിക്കുന്ന രാജകീയ വംശപരമ്പരയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ രക്ഷാകര ചരിത്രത്തിൽ റൂത്തിൻ്റെ പങ്ക് നോക്കാം. റൂത്തിൻ്റെ ഗ്രന്ഥത്തിലെ ഈ സമാപനം അവളുടെ ചരിത്രത്തിൻ്റെ ആഴമേറിയ അർത്ഥം വെളിപ്പെടുത്തുന്നു. ഒരു മോവാബിയ വനിതയായിരുന്ന റൂത്ത് ഇസ്രായേൽ ജനത്തിന് ഒരു വിജാതീയ സ്ത്രീയായിരുന്നു. എങ്കിലും അവളുടെ വിശ്വാസത്തിലൂടെയും വിശ്വസ്തതയിലൂടെയും ദൈവത്തിൻ്റെ കരുതലിനാൽ അവൾ ഇസ്രായേൽ കുടുംബത്തിൻ്റെ ഭാഗമായി മാറി. അവളുടെ മകൻ ഒബേദ് ഇസ്രായേൽ ചരിത്രത്തിലെ മഹാനായ ദാവീദ് രാജാവിൻ്റെ പിതാമഹനായി തീർന്നു. അങ്ങനെ ഒരിക്കൽ അന്യദേശക്കാരിയായിരുന്ന റൂത്ത് ഇസ്രായേലിൻ്റെ രാജകീയ വംശപരമ്പരയിലെ ഒരു പൂർവികയായി മാറി. പുതിയ നിയമത്തിൽ ഇതിൻ്റെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലെ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ റൂത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 1:5. ഇതിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഒരിക്കലും ഒരു ജനതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് സുവിശേഷം കാണിച്ചു തരുന്നു. പഴയ നിയമത്തിൽ പോലും യേശു ക്രിസ്തുവിലൂടെ എല്ലാ ജനതകളിലേക്കും രാഷ്ട്രങ്ങളിലേക്കും എത്തുന്ന ഒരു രക്ഷയ്ക്കായി ദൈവം വഴിയൊരുക്കുകയായിരുന്നു. ഇനി ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ റൂത്തിൻ്റെ സവിശേഷത നോക്കാം. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലെ മറ്റ് കഥാപാത്രങ്ങളുടെ ചരിത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി റൂത്തിൻ്റെ കഥ വേറിട്ട് നിൽക്കുന്നു. ധാർമ്മിക ആശയക്കുഴപ്പങ്ങൾ, അക്രമങ്ങൾ, ദൈവത്തോട് ആവർത്തിച്ചുള്ള അനുസരണക്കേട് എന്നിവയുടെ കാലഘട്ടമായാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആ കാലത്തെ വിവരിക്കുന്നത്. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നുവെന്ന വാചകത്തിലൂടെ ബൈബിൾ ആ യുഗത്തെ സംഗ്രഹിക്കുന്നു. ന്യായാധിപന്മാർ 21-25. പ്രശ്നബാധിതമായ ഈ പശ്ചാത്തലത്തിൽ റൂത്തിൻ്റെ ചരിത്രം ഉന്മേഷദായകമായ ചില വ്യത്യാസങ്ങൾ അവതരിപ്പിക്കുന്നു. ഒന്ന്, അവിശ്വസ്തതയുടെ കാലത്തെ വിശ്വസ്തതയുടെ കഥ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പല വിവരണങ്ങളിലും ഇസ്രായേൽ വിഗ്രഹാരാധനയിലേക്കും ധാർമ്മിക പരാജയത്തിലേക്കും വീഴുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് വിപരീതമായി വിശ്വാസത്തോടും സത്യസന്ധതയോടും ദൈവത്തോടുള്ള അനുസരണത്തോടും കൂടി ജീവിക്കുന്ന മനുഷ്യരിലാണ് റൂത്തിൻ്റെ പുസ്തകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. റൂത്തും നവോമിയും ബോവാസും ദൈവപ്രമാണത്തോടുള്ള ആദരവോടും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി പ്രവർത്തിക്കുന്നു. 2, സൈനിക വീര്യത്തിന് പകരം ഒരു ശാന്തമായ ചരിത്രം. ഗിദയോൻ, ജപ്ത, സാംസൺ തുടങ്ങി ന്യായാധിപന്മാരുടെ കാലത്തെ മിക്ക നേതാക്കളും സൈനിക യുദ്ധങ്ങളുടെയും നാടകീയ വിമോചന പ്രവർത്തനങ്ങളിലൂടെയും പേരിലാണ് ഓർമ്മിക്കപ്പെടുന്നത്. എന്നാൽ റൂത്തിൻ്റെ ചരിത്രം തികച്ചും വ്യത്യസ്തമാണ്. ഇതിൽ യുദ്ധങ്ങളോ പോരാട്ടങ്ങളോ രാഷ്ട്രീയ സംഘർഷങ്ങളോ ഇല്ല. പകരം കൊയ്ത്ത് ജോലി, കുടുംബ ബന്ധങ്ങൾ, ഔദാര്യം എന്നിവയിൽ അധിഷ്ഠിതമായ സാധാരണ ജീവിതം കേന്ദ്രീകരിച്ചുള്ള ലളിതവും ഊഷ്മളവുമായ കുടുംബകഥയാണ് പറയുന്നത്. 3, അക്രമത്തിന് പകരം കരുണയുടെ കഥ. ന്യായാധിപന്മാരിലെ പല സംഭവങ്ങളിലും അക്രമവും സംഘർഷവും ഉൾപ്പെടുന്നു. എന്നാൽ റൂത്തിൻ്റെ ചരിത്രം കരുണയ്ക്കും ദയയ്ക്കും ഊന്നൽ നൽകുന്നു. ബോവാസ് റൂത്തിനെ സംരക്ഷിക്കുന്നു, റൂത്ത് നവോമിയെ പരിപാലിക്കുന്നു, സമൂഹം അവരുടെ ഐക്യത്തെ അനുഗ്രഹിക്കുന്നു. വിശ്വസ്തമായ മനുഷ്യബന്ധങ്ങളുടെ സൗന്ദര്യത്തെ ഈ വിവരണം എടുത്തു കാണിക്കുന്നു. 4, വിശ്വാസത്തിൻ്റെ മാതൃകയായി ഒരു വിദേശി. മറ്റൊരു ശ്രദ്ധേയമായ വ്യത്യാസം ഈ ചരിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ഇസ്രായേൽ പുറത്തുള്ള ഒരു മോവാബിയ സ്ത്രീയാണെന്നതാണ്. എങ്കിലും റൂത്ത് വിശ്വാസത്തിൻ്റെയും വിശ്വസ്തതയുടെയും മാതൃകയായി മാറുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പല ഇസ്രായേലിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഒരു അന്യദേശക്കാരിയായ റൂത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തോട് ആഴമായ ഭക്തി പ്രകടിപ്പിക്കുന്നു. 5, രാജഭരണത്തിലേക്കുള്ള ഒരു പാലം. ദാവീദ് രാജാവിലേക്ക് എത്തുന്ന വംശാവലിയോടെയാണ് റൂത്തിൻ്റെ പുസ്തകം അവസാനിക്കുന്നത്. ഇത് ന്യായാധിപന്മാരുടെ കാലത്തെ അരാജകത്വത്തെ ഇസ്രായേലിലെ രാജഭരണത്തിൻ്റെ തുടക്കവുമായി ബന്ധിപ്പിക്കുന്നു. ഈ രീതിയിൽ ക്രമരഹിതമായ ഒരു കാലഘട്ടത്തിൽ നിന്ന് നീതിമാനായ ഒരു രാജാവിൻ്റെ ഉദയത്തിലേക്കുള്ള പ്രത്യാശ നിർഭരമായ പരിവർത്തനമായി റൂത്തിൻ്റെ ചരിത്രം മാറുന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ വിശ്വസ്ത പ്രവൃത്തികളിലൂടെ ദാവീദ് രാജാവിൻ്റെ ജനനത്തിനും ആത്യന്തികമായ മിശിഹായുടെ വരവിനും ദൈവം വഴിയൊരുക്കി.
ഈ യഹൂദ ചരിത്ര പാരമ്പര്യങ്ങളുമായുള്ള ബന്ധം നോക്കാം. റൂത്തിന്റെ പുസ്തകത്തെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് പുരാതന ഇസ്രായേലിൽ നിലനിന്നിരുന്ന ചില ആചാരങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് അറിയുന്നത് സഹായകമാണ്. ഈ പാരമ്പര്യങ്ങൾ ചരിത്രത്തിലെ പല പ്രവൃത്തികളെയും വിശദീകരിക്കുകയും ദൈവത്തിൻ്റെ നിയമം എങ്ങനെയാണ് ദരിദ്രരെ സംരക്ഷിച്ചതെന്നും കുടുംബജീവിതത്തെ കാത്തു സൂക്ഷിച്ചതെന്നും കാണിച്ചു തരികയും ചെയ്യുന്നു. ഒന്ന്, കാലാ പെറുക്കുന്നതിനുള്ള നിയമം. കൊയ്ത്ത് കാലത്ത് കാലാ പെറുക്കുന്നതിനായി ബന്ധപ്പെട്ട നിയമമായിരുന്നു പ്രധാനപ്പെട്ട ഒരാചാരം. മോശയുടെ നിയമമനുസരിച്ച് കർഷകർക്ക് അവരുടെ പാടത്തെ ധാന്യങ്ങൾ പൂർണ്ണമായും കൊയ്തെടുക്കാൻ അനുവാദമില്ലായിരുന്നു. പാടത്തിൻ്റെ അതിരുകളിലെ ധാന്യങ്ങളും കൊയ്ത്തിനിടെ താഴെ വീഴുന്ന കതിരുകളും ദരിദ്രർക്കും വിധവകൾക്കും വിദേശികൾക്കുമായി ഉപേക്ഷിക്കുവാൻ അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ കൽപ്പന നിയമഗ്രന്ഥത്തിൽ ഇപ്രകാരം കാണാം: നിങ്ങളുടെ ദേശത്തെ വിളവെടുക്കുമ്പോൾ വയലിൻ്റെ അതിരുകൾ വരെ പൂർണ്ണമായി കൊയ്യരുത്. ദരിദ്രർക്കും പരദേശികൾക്കുമായി അവ ഉപേക്ഷിക്കണം. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 9-10 വാക്യങ്ങൾ, നിയമാവർത്തനം 24-ാം അധ്യായം 19-ാം വാക്യം. സമൂഹത്തിലെ ദുർബലരോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ് ഈ നിയമം വെളിപ്പെടുത്തിയത്. അവശേഷിച്ച ധാന്യമണികൾ ശേഖരിക്കാൻ റൂത്ത് പാടത്തേക്ക് പോയപ്പോൾ അവൾ മോഷ്ടിക്കുകയോ ഭിക്ഷാടനം നടത്തുകയോ ആയിരുന്നില്ല. മറിച്ച് പാവപ്പെട്ടവരെ പരിപാലിക്കുന്നതിനായി ദൈവം തൻ്റെ നിയമത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ഒരു വ്യവസ്ഥ പ്രയോജനപ്പെടുത്തുകയായിരുന്നു. രണ്ടാമത്തേത് ലെവിറേറ്റ് വിവാഹം. ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു പാരമ്പര്യം ലെവിറേറ്റ് ഉത്തരവാദിത്വമാണ്. യഹൂദ നിയമപ്രകാരം വിവാഹിതനായ ഒരു പുരുഷൻ മക്കളില്ലാതെ മരിച്ചാൽ പരേതൻ്റെ വംശപരമ്പര നിലനിർത്തുന്നതിനായി അദ്ദേഹത്തിൻ്റെ സഹോദരനോ അടുത്ത ബന്ധുവിനോ ആ വിധവയെ വിവാഹം കഴിക്കാമായിരുന്നു. നിയമാവർത്തനം 25-ാം അധ്യായം 5-10 വാക്യങ്ങൾ. ഇത്തരമൊരു വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടി മരിച്ചുപോയ ഭർത്താവിൻ്റെ കുടുംബ പരമ്പരയുടെ ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. ലെവിറേറ്റ് വിവാഹ നിയമം റൂത്തിൻ്റെ കാര്യത്തിൽ നേരിട്ട് ബാധകമല്ലെങ്കിലും കുടുംബ പരമ്പര സംരക്ഷിക്കുക എന്ന അതേ തത്വം ബോവാസിൻ്റെ പ്രവൃത്തികളെ സ്വാധീനിച്ചു. നവോമിയുടെ വംശപരമ്പര ഇല്ലാതാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ അത് വീണ്ടെടുക്കാൻ ഒരു ബന്ധുവിന് മുന്നോട്ട് വരാമായിരുന്നു. 3, വീണ്ടെടുപ്പുകാരനായ ബന്ധു. ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് വീണ്ടെടുപ്പുകാരനായ ബന്ധു എന്ന പദവി. ഹിബ്രു ഭാഷയിൽ ഇതിനെ ഗോയൽ എന്ന് വിളിക്കുന്നു. കുടുംബത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള അടുത്ത ബന്ധുവിനെയാണ് ഗോയൽ എന്ന് വിളിക്കുന്നത്. നഷ്ടപ്പെട്ടുപോയ സ്വത്ത് വീണ്ടെടുക്കുക, കുടുംബത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കുക, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലായ ബന്ധുക്കളെ സഹായിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ലേവ്യർ 25-25. റൂത്തിൻ്റെ പുസ്തകത്തിൽ ബോവാസ് ഈ വീണ്ടെടുപ്പുകാരനായി പ്രവർത്തിക്കുന്നു. കുടുംബസ്വത്ത് വാങ്ങുകയും റൂത്തിനെ വിവാഹം കഴിക്കുകയും ചെയ്തതിലൂടെ അദ്ദേഹം എലിമേലെക്കിൻ്റെ വംശപരമ്പര നിലനിർത്തുകയും നവോമിയുടെ കുടുംബാവകാശം സംരക്ഷിക്കുകയും ചെയ്തു. 4, മതം മാറ്റം. ഒരു വിദേശിയെ ദൈവജനം സ്വീകരിക്കുന്നു എന്നതാണ് റൂത്തിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന വശം. ഇസ്രായേലിൻ്റെ ഉടമ്പടിക്ക് പുറത്തുള്ള ജനതയായ മൊവാബ് വംശീയതയായിരുന്നു റൂത്ത്. എങ്കിലും നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് അവൾ നവോമിയോട് പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള ആത്മാർത്ഥമായ സമർപ്പണത്തെയാണ് അവൾ ഏറ്റുപറഞ്ഞത്. യഹൂദ പാരമ്പര്യം ഈ പ്രസ്താവനയെ മതം മാറ്റത്തിൻ്റെ ആദ്യകാല ഉദാഹരണമായിട്ടാണ് കണക്കാക്കുന്നത്. റൂത്ത് കേവലം സ്നേഹം കൊണ്ട് മാത്രമല്ല നവോമിയെ പിന്തുടർന്നത്. അവൾ ഇസ്രായേലിൻ്റെ വിശ്വാസത്തെയും വ്യക്തിത്വത്തെയും പൂർണ്ണമായി ഏറ്റെടുക്കുകയായിരുന്നു. ദൈവത്തോടുള്ള ഭക്തി എന്നത് ദേശീയതയിൽ അധിഷ്ഠിതമല്ലെന്നും കർത്താവിനോടുള്ള വിശ്വാസത്തിലും വിശ്വസ്തതയിലുമാണ് അടങ്ങിയിരിക്കുന്നത് എന്നും അവളുടെ ജീവിതം കാണിച്ചു തരുന്നു. 5, ഷാവൂത്ത് തിരുനാൾ അഥവാ പെന്തക്കോസ്ത തിരുനാൾ. ബാർലി, ഗോതമ്പ് എന്നിവയുടെ കൊയ്ത്ത് കാലത്താണ് റൂത്തിൻ്റെ കഥ നടക്കുന്നത്. അതിനാൽ യഹൂദ പാരമ്പര്യം പിൽക്കാലത്ത് ഈ പുസ്തകത്തെ പെന്തക്കോസ്ത് എന്ന് അറിയപ്പെടുന്ന ഷാവൂത്ത് തിരുനാളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഉത്സവവേളയിൽ യഹൂദർ വിളവെടുപ്പ് ആഘോഷിക്കുകയും ഇസ്രായേലുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയെ സ്മരിക്കുകയും ചെയ്യുന്നു. ഈ ഉത്സവകാലത്ത് റൂത്തിൻ്റെ പുസ്തകം വായിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും പാവപ്പെട്ടവരോടുള്ള അവിടുത്തെ കരുണയെയും ദേശക്കാരെ പോലും തൻ്റെ ഉടമ്പടി ജനതയിൽ ഉൾപ്പെടുത്താനുള്ള അവിടുത്തെ കഴിവിനെയും വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ആചാരങ്ങൾ റൂത്തിൻ്റെ ചരിത്രം കേവലം ഒരു വ്യക്തിപരമായ കുടുംബകഥ മാത്രമല്ലെന്നും മറിച്ച് തൻ്റെ ജനത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ നിയമം, കരുണ, പരിപാലനം എന്നിവയുടെ പ്രതിഫലനമാണെന്നും മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. റൂത്തിൻ്റെ ചരിത്രം അവളുടെ വ്യക്തി ജീവിതത്തിന് അപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നു.
ദരിദ്രയായ ഒരു വിദേശ വിധവയായിട്ടാണ് അവൾ തുടങ്ങിയത് എങ്കിലും തുടർന്നു വരുന്ന രക്ഷാകര പദ്ധതിയിൽ ദൈവം അവളുടെ ജീവിതത്തെ സുപ്രധാന രീതിയിൽ ഉപയോഗിച്ചു. ഒന്ന്, ദാവീദ് രാജാവിൻ്റെ പൂർവിക. ബോവാസുമായുള്ള വിവാഹത്തിലൂടെ റൂത്ത് ഒബേദിന് ജന്മം നൽകി. ഒബേദ് ജെസ്സിയുടെ പിതാവും ജെസ്സെ ദാവീദ് രാജാവിൻ്റെ പിതാവുമായി തീർന്നു. റൂത്ത് 4:17. അങ്ങനെ ഒരിക്കൽ അന്യദേശക്കാരിയായിരുന്ന റൂത്ത് ഇസ്രായേലിൻ്റെ രാജകീയ വംശപരമ്പരയുടെ ഭാഗമായി. രണ്ടാമത്തെ, യേശുവിൻ്റെ വംശാവലിയിൽ. മത്തായിയുടെ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ റൂത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 1:5. അവളുടെ സാന്നിധ്യം കാണിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഇസ്രായേലിന് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാണെന്നും അത് എല്ലാ ജനതകളിൽ നിന്നുമുള്ള ആളുകളെ ആശ്ലേഷിക്കുന്നു എന്നുമാണ്. 3, വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിലേക്കുള്ള സൂചന. നവോമിയുടെ കുടുംബത്തെ രക്ഷിക്കുകയും അവരുടെ അവകാശം വീണ്ടെടുക്കുകയും ചെയ്തതിലൂടെ ബോവാസ് ഒരു വീണ്ടെടുപ്പുകാരനായ ബന്ധുവായി പ്രവർത്തിച്ചു. ക്രിസ്തീയ വ്യാഖ്യാനം അനുസരിച്ച് ഇത് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുകയും തൻ്റെ രക്ഷാകരമായ പ്രവൃത്തിയിലൂടെ പുനർജന്മം നൽകുകയും ചെയ്യുന്ന യഥാർത്ഥ വിമോചകനായ യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇനി ഈ പുസ്തകത്തിൽ നിന്ന് നമുക്കുള്ള പാഠങ്ങൾ നോക്കാം. 1, ബന്ധങ്ങളിലെ വിശ്വസ്തത. നവോമിയോടുള്ള റൂത്തിൻ്റെ വിശ്വസ്തത ബൈബിളിലെ ഏറ്റവും മനോഹരമായ സമർപ്പണ മാതൃകകളിൽ ഒന്നാണ്. ഭർത്താവിൻ്റെ മരണശേഷം അവൾക്ക് തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങാമായിരുന്നു. എന്നാൽ അവൾ നവോമിയോടൊപ്പം തുടരാനും അവളെ പരിപാലിക്കാനും തീരുമാനിച്ചു. റൂത്ത് 1:16-17 വാക്യങ്ങൾ. ഈ വിശ്വസ്ത സ്നേഹം തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. കുടുംബജീവിതം, സൗഹൃദങ്ങൾ, ക്രിസ്തീയ സമൂഹം എന്നിവയ്ക്കുള്ളിലെ വിശ്വസ്തതയുടെ പ്രാധാന്യം റൂത്തിൻ്റെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നു. 2, ദരിദ്രരോടും ദുർബലരോടുമുള്ള കരുതൽ. കൊയ്ത്തിന് ശേഷം അവശേഷിക്കുന്ന ധാന്യം ശേഖരിക്കാൻ ദരിദ്രരെയും വിധവകളെയും വിദേശികളെയും നിയമം അനുവദിച്ചിരുന്നു. കരുണാനിർഭരമായ ഈ വ്യവസ്ഥയിലൂടെയാണ് റൂത്ത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചത്. കത്തോലിക്ക സാമൂഹിക പ്രബോധനങ്ങളിൽ ശക്തമായി ഊന്നിപ്പറയുന്ന ഔദാര്യം, സാമൂഹിക ഉത്തരവാദിത്തം, ദരിദ്രരോടുള്ള കരുതൽ എന്നീ മൂല്യങ്ങളുടെ പ്രാധാന്യം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3, അന്യദേശക്കാരെ സ്വാഗതം ചെയ്യൽ. റൂത്ത് ഇസ്രായേലിയർക്കിടയിൽ പരദേശിയായ ഒരു മോവാബി സ്ത്രീ ആയിരുന്നു. എങ്കിലും ഇസ്രായേലിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം മൂലം അവൾ ഉടമ്പടി ജനതയിലേക്ക് സ്വീകരിക്കപ്പെട്ടു. ദൈവജനത്തിൻ്റെ ഭാഗമാകുന്നത് വംശീയ പശ്ചാത്തലത്തേക്കാൾ വിശ്വാസത്തിലാണ് വേരൂന്നിയിരിക്കുന്നത് എന്ന് അവളുടെ ചരിത്രം കാണിച്ചു തരുന്നു. മറ്റുള്ളവരെ ആതിഥ്യ മര്യാദയോടും കരുണയോടും കൂടി സേവിക്കുവാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. 4, ദൈവത്തിലുള്ള നിഗൂഢമായ നയിക്കലിലുള്ള വിശ്വാസം. റൂത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം അത്ഭുതങ്ങളിലൂടെയല്ല, മറിച്ച് സാധാരണ സംഭവങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. റൂത്ത് പാടത്ത് ധാന്യം പെറുക്കുന്നതും മോവാമ് ദയ കാണിക്കുന്നതും നവോമി മാർഗനിർദ്ദേശം നൽകുന്നതും ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ ലളിതമായ പ്രവൃത്തികളിലൂടെ ദൈവം ഒരു വലിയ പദ്ധതി നടപ്പിലാക്കി. അത് ഒടുവിൽ ദാവീദ് രാജാവിൻ്റെയും പിന്നീട് യേശു ക്രിസ്തുവിൻ്റെയും ജനനത്തിലേക്ക് നയിച്ചു. ദൈവം പലപ്പോഴും ദൈനംദിന സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ നിശബ്ദമായി നയിക്കുന്നുവെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 5, നേതൃത്വത്തിലെ സത്യസന്ധതയും ഉത്തരവാദിത്വവും. സത്യസന്ധത, ഔദാര്യം, ഉത്തരവാദിത്വം എന്നിവയുടെ ഉത്തമ മാതൃകയാണ് ബോവാസ്. അദ്ദേഹം റൂത്തിനോട് ആദരവോടെ പെരുമാറുകയും അവളുടെ അന്തസ്സ് സംരക്ഷിക്കുകയും ചെയ്തു. വീണ്ടെടുപ്പുകാരനായ ബന്ധു എന്ന നിലയിൽ തൻ്റെ കടമ അദ്ദേഹം സത്യസന്ധതയോടും നീതിയോടും കൂടി നിറവേറ്റി. റൂത്ത് 3:11, 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യഥാർത്ഥ നേതൃത്വം നീതിയിലും കരുണയിലും ദൈവപ്രമാണത്തോടുള്ള വിശ്വസ്തതയിലുമാണ് വേരൂന്നിയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണിച്ചു തരുന്നു. ഇത് ഇന്നത്തെ ക്രിസ്തീയ നേതാക്കൾക്ക് വലിയ ഒരു മാതൃകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അന്യദേശത്തു നിന്ന് റൂത്തിനെ അങ്ങയുടെ ജനത്തിൻ്റെ കുടുംബത്തിലേക്കും രക്ഷയുടെ വംശാവലിയിലേക്കും അങ്ങ് നയിച്ചുവല്ലോ. അവളുടെ വിശ്വാസവും വിനയവും അചഞ്ചല സ്നേഹവും അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ സ്വാഗതം ചെയ്യാനും ദരിദ്രരെ പരിപാലിക്കാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയുടെ പരിപാലനയിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. റൂത്തിൻ്റെ ജീവിതം പോലെ ഞങ്ങളുടെ ജീവിതവും ഈ ലോകത്തിൽ അങ്ങയുടെ രക്ഷാകര പദ്ധതിയുടെ ഉപകരണങ്ങളായി മാറട്ടെ. ആമേൻ.